ഹായ് ഫ്രണ്ട്സ്, റോഡ് പൾസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളെല്ലാ വട്ടം ചെയ്യുന്ന ഫോണൊക്കെയുള്ള വീഡിയോ അല്ല, ഇന്ന് അത് വെറൈറ്റി ഒരു വീഡിയോ ആണ്. ഇപ്പം ആൾട്ടോ എങ്ങനെ ഓയിൽ സർവീസ് ചെയ്യാമെന്നുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയ സാധനങ്ങൾ, ഇപ്പം ആൾട്ടോ LXന് ഏകദേശം 2.7 ലിറ്ററാണ്, അതായത് 2.700 ml ആണ് വേണ്ടിയത്. ഇപ്പം 3 ലിറ്റർ ഉണ്ട്, 3 ലിറ്റർ. പിന്നെ ഇത് ഫിൽറ്ററാണ്, ഓയിൽ ഫിൽറ്റർ. അതുകൊണ്ട് തന്നെ എയർ ഫിൽറ്ററാണ്. അപ്പം നമുക്കിത് ചെയ്യേണ്ട ടൂൾസ് എന്ന് പറയുമ്പോൾ 17-ൻ്റെ ഒരു ബോക്സ് വേണം. അതുകൊണ്ട് ഫിൽറ്റർ അഴിക്കാനുള്ള ഒരു ഫിൽറ്റർ റേഞ്ച് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ചില നമ്മൾ കൈകൊണ്ട് അഴിച്ചു കഴിഞ്ഞാൽ അഴിയും, അല്ലെങ്കിൽ റേഞ്ച് വേണ്ടി വരും. അത് നമുക്ക് ആമസോണിലൊക്കെ 10-200 രൂപയ്ക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇപ്പം ആൾട്ടോയ്ക്കകത്ത് വരുന്നത് 20W40 ഓയിലാണ് വരുന്നത്, പെട്രോൾ വണ്ടിക്ക് 20W40 ആണ്. അത് ഈ 20W40 എന്ന് പറയുന്നത് അതിൻ്റെ ഗ്രേഡാണ്. ഇപ്പം ഈ തണുപ്പുള്ള പ്രദേശങ്ങളിലൊക്കെ ഇത് വേറെ ഓയിൽ ഗ്രേഡ് മാറുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു കാലാവസ്ഥ വെച്ചിട്ട് ഈ 20W40 ആണ് എല്ലാ വണ്ടിയിലും ഉപയോഗിക്കുന്നത്, ആൾട്ടോ. ഫ്രഷ് വണ്ടി എടുക്കുമ്പോൾ നമ്മളിങ്ങനെ ചെയ്യാൻ നിൽക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇപ്പം പഴയ വണ്ടിയൊക്കെ എടുക്കുമ്പോൾ നല്ല പൈസ ഷോറൂമിലൊക്കെ കൊണ്ടുപോയി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന്. ഇപ്പോൾ ഫുൾ ചെക്കപ്പും കാര്യങ്ങളും ചെയ്യുവാണെങ്കിൽ ഷോറൂമിൽ തന്നെ കൊണ്ടുപോകണം. അത്യാവശ്യം ഓയിൽ സർവീസ് മാത്രമാണ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. കുറച്ച് പൈസ ചിലവുള്ളൂ. ഇപ്പോൾ ഇത്ര ഓയിൽ മേടിച്ചതിന് ഒരു 700 രൂപ 750 രൂപയായി കാണും. പിന്നെ ഈ ഒരു ഫിൽറ്ററിന് ഏകദേശം 90 രൂപയാണ് ഇതിൻ്റെ റേഞ്ച്. ഇതൊരു ഏകദേശം 250 രൂപ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ടോ. അത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ എഞ്ചിനകത്ത് കിടക്കുന്ന ഓയിൽ ഊറ്റുക. ആദ്യം ഊറ്റിയിട്ട് അതിനുശേഷം ഫിൽറ്റർ സെറ്റ് ചെയ്യുക. നമുക്ക് ഓയിൽ ഊറ്റും. ഇതാണ് നട്ട്, നമ്മളൊന്ന് ലൂസ് ചെയ്യേണ്ടത്. ഓയിൽ വീണോണ്ടിരിക്കുന്നത്, അത് ഊറുമ്പോഴത്തേന് നമുക്ക് ഈ ഫിൽറ്റർ ഒന്ന് അഴിക്കാം. ഇതാണ് ഫിൽറ്റർ. ഇതാണ് ഫിൽറ്റർ. ഇതിന് ഏകദേശം ഒരു 90 രൂപ വില വരുന്നതാണ്. അപ്പോൾ ഓയിൽ ഒഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ഫിൽറ്റർ പിടിപ്പിക്കണം, അല്ലെങ്കിൽ ഓയിൽ പോകും. അപ്പോൾ നമ്മൾ ഓയിൽ ഊറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇത് മാറ്റിയിട്ട് നമുക്ക് ഈ നട്ടൊന്ന് മുറുക്കിയിട്ട് വേണം ഓയിൽ ഒഴിക്കാനെ കൊണ്ട്. ഇതിലൂടെയാണ് എഞ്ചിൻ ഓയിൽ ഒഴിക്കുന്നത്.
അപ്പം ഓയിൽ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞ് അടുത്തെന്ന് പറഞ്ഞപ്പം എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്യുകയാണ്. അത് നമുക്ക് പോകാം. അപ്പോൾ ഇതാണ് ഗ്യാപ്പ് സെറ്റ് ചെയ്ത്. ഇതാണ് എയർ ഫിൽറ്റർ. ഇത് മൊത്തം പൊടിയാണ്. അപ്പോൾ ഇതിന് ഏകദേശം ഒരു 236 രൂപ റേഞ്ചാണ് വരുന്നത്. മാരുതി. ഇതാണ് ഫിൽറ്റർ. സർവീസ് കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം ഒരു 1000 രൂപ റേഞ്ചിൽ നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതിനകത്ത് വേണ്ടി 3 സാധനങ്ങളായിരുന്നു. ഒന്ന് ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ. ഇത് മൂന്നുകൂടെ ഏകദേശം ഒരു 1000 രൂപ റേഞ്ച് ആയിട്ടുള്ളൂ. അപ്പം ഈ വീഡിയോ എടുക്കാനുള്ള കാരണം, ഇപ്പം ഈ സർവീസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യാൻ അറിയത്തില്ല, അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഷോറൂമിൽ കൊണ്ടുവന്നാലും അവർ ഒരു 10,000-2,500 രൂപയ്ക്ക് ഏകദേശം ഒന്ന് വാട്ടർ സർവീസും ചെയ്ത് ചെക്കപ്പൊക്കെ ചെയ്ത് ഏകദേശം ഇത്രയും ചെയ്യുന്നതിന് അവർ ഏകദേശം ഒരു 2,000-2,500 രൂപ മേളിൽ ചാർജ് എടുക്കുന്നുണ്ട്. അപ്പം ഇത് നമ്മൾ നിർബന്ധിക്കുന്നില്ല ആരും ചെയ്യണമെന്ന്. അപ്പം ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കും പിന്നെ ചെയ്യാൻ അറിയത്തില്ലാത്തവർക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ ഹിന്ദിയിലും തമിഴിലുമൊക്കെ യൂട്യൂബിൽ ഇത് കണക്ക് വീഡിയോസ് ഉണ്ട്. പക്ഷേ അത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ നമ്മൾ എടുക്കാൻ ഉദ്ദേശിച്ചത്. അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.